In the name of the Father, and of the Son, and of the Holy Spirit. Amen. So today we are going to look into a very beautiful subject. 7 things that you need to remember about the Holy Spirit. 7 things that you need to remember about the Holy Spirit. ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. 7 കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിയാവുന്ന 7 കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട 7 കാര്യങ്ങൾ. Brother, you're on mute. I can't hear. Brother, you're on mute, I think. Hello? Yeah. So today we are on the 4th day of this 21 days of the school. ഇന്ന് നമ്മൾ 4ാമത്തെ ദിവസമാണ് 21 days in the school of the Holy Spirit. 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. So many more days is to come. ഇനിയും ഒരുപാട് ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. So there are so many things that we are going to really learn regarding the Holy Spirit and all things connected with the Holy Spirit. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനെ ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു. So today we are going to look into 7 things that we need to remember about the Holy Spirit. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട 7 കാര്യങ്ങൾ. And all these 7 things will take place in every believer's life. ഈ 7 കാര്യങ്ങൾ എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. So that is what we have to remember. In case it is not happening, then we need to ask the Holy Spirit, why these things are not happening in my life. ഇത് സംഭവിച്ചിരിക്കും. അഥവാ അത് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം, ഇതെന്താണ്. നമ്മൾ നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. So one day, if you don't feel the presence of the Holy Spirit, you need to ask the Holy Spirit, why I am not feeling your presence. ഒരു ദിവസം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ തേടണം. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ചോദിക്കണം, എന്തുകൊണ്ട് നമ്മൾ ഈ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. പ്രാർത്ഥിച്ച് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. So one day you notice that you don't feel like praying. You don't feel that prayer on the spirit of prayer upon you. You need to ask the Holy Spirit, why I am not feeling like praying, why I am not being led to pray. ചില ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു മടുപ്പ് തോന്നും, പ്രാർത്ഥിക്കാൻ തോന്നില്ല. പക്ഷെ നമ്മൾ അത് വിട്ടുകൊടുക്കാതെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, എനിക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എന്താണ് ഇതിന്റെ കാരണം എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിക്കണം. Yeah. So we know that sometimes we feel the strength of the Holy Spirit in us, and sometimes we don't feel. So when we don't feel the strength in us, we need to turn to the Holy Spirit and ask him, why I don't feel your strength in me. ചില സമയത്ത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവപ്പെടും, ചില സമയത്ത് ശക്തി അനുഭവപ്പെടില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് ശക്തി എന്നിൽ പ്രകടമാവാത്തതെന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. So when you have a heart like this, you will grow in a powerful relationship with the Holy Spirit, and you will experience all that he is in your life. നമുക്ക് ഈ തുറന്ന ഹൃദയം ഉണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മയെ ഓരോ ദിവസം കൂടുതൽ നമുക്ക് അനുഭവം ആയിരിക്കും. And you need to remember that the Holy Spirit is the custodian of all the powers of God. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ എല്ലാ ശക്തികളുടെയും ഉറവിടം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ്. So just imagine when you get connected to that Holy Spirit, what should be happening to you. അപ്പൊ നമ്മളൊന്ന് ഓർക്കാം, പരിശുദ്ധാത്മാവായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടെങ്കിൽ ഈ ശക്തികളൊക്കെ നമ്മളിൽ പുറപ്പെടുവിക്കുന്നതാണ്. So that is what we have to remember. So that is why whenever you see something getting less in you, you need to turn to the Lord and ask him why this is happening, and keep on asking until he tells you, and then you will understand how to fill the gap. ചില സമയത്ത് നമുക്ക് വല്ലാത്ത ഒരു വരൾച്ച അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കാതെ പരിശുദ്ധാത്മാവിനോട് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, എന്തുകൊണ്ട് എനിക്ക് വരൾച്ച ഞാൻ അനുഭവിക്കുന്നു, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ. നമ്മൾ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആ ഗ്യാപ്പ്, ആ വരൾച്ച ഫില്ല് ചെയ്ത് നമ്മൾ നിറവുള്ളവരാക്കി മാറ്റും. എന്തിനാ അങ്ങനെ ഉണ്ടാവുന്നു, why it is happening, that is what he will reveal to us. നമുക്ക് ഈ വരൾച്ച എന്തുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച്, നമ്മുടെ ആഗ്രഹം ദാഹം അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ
വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. I remember reading about a man of God. Whenever he used to go out and speak the word, people used to receive the grace of repentance in their life. ഒരു ഹലോ ഒരു ദൈവവിശ്വാസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവദാസൻ ഇങ്ങനെ ഈ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആള് നിരന്തരം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വരൾച്ച അനുഭവിച്ചത്? അപ്പോ ദൈവം ആളുടെ ഉള്ളിൽ ഒരു പശ്ചാത്താപത്തിന്റെ ഒരു ആത്മാവ് നിറച്ചു. What I was trying to tell is, there was a man of God. When he used to go outside and say the word of God, people used to get repentance. ആള് പുറത്തു ഈ ദേവദാസൻ ആള് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന അനുസരിച്ച് അവിടെയുള്ള ജനം പശ്ചാത്താപത്തിന്റെ ആത്മാവ് കൊണ്ട് അവര് നിറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. But then sometimes it was not happening. പക്ഷെ ചില സമയത്ത് അത് സംഭവിക്കുന്നായിരുന്നില്ല. So then he used to go out, take his Bible, take his rosary, take his notebook, and go to some forest and sit and pray. അപ്പോ ആ സമയത്ത് അവർക്ക് ഈ അനുഭവം ഉണ്ടാവാത്തപ്പോൾ ആള് തന്നെ പോയിട്ട് ഏകാന്ത പ്രാർത്ഥനയിൽ ഏർപ്പെടും. ബൈബിളും നോട്ട്ബുക്കും ജപമാലയും കൊണ്ട് ആള് ഏകാന്തനയിൽ കാട്ടിൽ പോയിട്ട് ആള് പ്രാർത്ഥനയിൽ ഏർപ്പെടുമായിരുന്നു. And then he will pray 1 day, 2 days, 3 days. He will fast and pray. അങ്ങനെ ഈ ദേവദാസൻ ആ ജനങ്ങൾക്ക് വേണ്ടി 1-2 ദിവസം കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർക്ക് വേണ്ടി ഇത് കാഴ്ചവെക്കുമായിരുന്നു. No, actually, what I'm trying to tell you is, he used to pray, he used to fast. Why now the repentance is not taking place to the people I am preaching? അതെ, ഈ ദേവദാസൻ ആ ജനങ്ങൾക്ക് എന്തുകൊണ്ട് പശ്ചാത്താപത്തിന്റെ ആത്മാവ് നിറയുന്നില്ല എന്ന് ആള് പ്രാർത്ഥിച്ചു ദൈവത്തോട് ആലോചന ചോദിക്കും, പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുമായിരുന്നു. So after 3 days, അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം the Holy Spirit will show him his own condition. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവ് ആളുടെ ആത്മാവിന്റെ കണ്ടീഷൻ, ആളുടെ ആത്മാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സ്വയം വെളിപ്പെടുത്തി. It can be that he has judged others, he has got angry, he has entertained pride thoughts. അപ്പൊ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും ആള് മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം, പിന്നെ കോപിക്കുന്ന സ്വഭാവം, മറ്റുള്ളവര് അനാവശ്യമായി ദേഷ്യപ്പെടുന്ന ക്ഷിപ്രകോപം, ഇതിലൊക്കെ ആള് കുഞ്ഞു മൂലപാപങ്ങളിൽ ഏർപ്പെട്ട് ഇരിക്കുന്നത് ആളിന് പരിശുദ്ധാത്മാവ് ആൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആളുടെ കുറവുകൾ പരിശുദ്ധാത്മാവ് ആൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. So when he writes down everything, he repents over it, and then after that, the same glory that was upon him earlier comes back upon him. അങ്ങനെ ആള് ഈ പാപങ്ങൾ, ഈ വെളിപ്പെടുത്തിയ മൂലപാപങ്ങൾ, എല്ലാ പാപങ്ങളും ആള് എഴുതി ഹൃദയപൂർവ്വം പശ്ചാത്താപിച്ചതിന് ശേഷം ആളും ആദ്യത്തെ അവസ്ഥയെ പോലെ തന്നെ പൂർണ്ണ ദൈവത്തിന്റെ മഹത്വം ആളിൽ വെളിപ്പെടുത്തി ആളിൽ വന്ന് നിറഞ്ഞു. ദൈവമഹത്വം ആളിൽ വീണ്ടും പഴയ പോലെ വന്ന് നിറഞ്ഞു. Hallelujah. When you are ready to do these things, you can be on fire for God. നമ്മള് ഈ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എത്രത്തോളം തീക്ഷ്ണത കാണിക്കണോ അത്രത്തോളം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ തീയിൽ ആയിരിക്കും. So this is the price you have to pay to walk in the power of God. നമ്മൾ ദൈവത്തിന്റെ ശക്തിയിൽ നടക്കാൻ ഈ വില നമ്മൾ കൊടുക്കേണ്ടി വരും. So you don't think that when we see people are not repenting, we blame the people. അപ്പൊ നമ്മള് മറ്റുള്ളവര് നമ്മൾ ആഗ്രഹിക്കുന്നവര് പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നമ്മൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. So what I'm trying to tell here is, sometimes we tell, oh, ഈ പ്രാവശ്യം ധ്യാനത്തിന് ഗ്രൂപ്പ് അത്ര നല്ലതായിരുന്നില്ല, this time the group was not that good. We blame the group all the time. ചില സമയത്ത് നമ്മൾ പറയും ഈ ധ്യാനത്തിന് പോകുമ്പോ ഈ ധ്യാന ഗുരു നന്നായിരുന്നില്ല, ഈ ഗ്രൂപ്പ് നന്നായിരുന്നില്ല. പക്ഷെ നമ്മുടെ the group that has come, ഈ ധ്യാനം കൂടാൻ വന്നിട്ടില്ല.
ഈ ധ്യാനത്തിന്റെ ഗ്രൂപ്പ് നന്നായിരുന്നില്ല, നമ്മൾ മറ്റുള്ളവരെയാണ് എപ്പോഴും പഴിച്ചാക്കുക. പക്ഷെ നമ്മുടെ വിശുദ്ധി അനുസരിച്ചിട്ടാണ് നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുക, അത് മറ്റുള്ളവർക്ക് പകർന്ന് എടുക്കും. So whenever you lose the peace of God, whenever you lose the presence of God, whenever you lose the power of God, when it becomes less, little by little less, turn to the Lord and ask him why. ചില സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നമ്മളിൽ നഷ്ടപ്പെടും. നമ്മൾ ഓരോ ദിവസം നമ്മളിങ്ങനെ വല്ലാത്ത വരൾച്ച അനുഭവപ്പെടും. നമ്മൾ തിരിച്ച് പരിശുദ്ധാത്മാവിലോട് തിരിഞ്ഞ് നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് എനിക്ക് ഈ അവസ്ഥ, എന്തുകൊണ്ട് ഈ അവസ്ഥ എന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നമ്മൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ദൈവം തന്നിട്ടുള്ള ആ അരൂപിയിലേക്ക് തിരിച്ച് എത്തും. Hallelujah. So like that, when you keep on doing 10 years, 20 years, 30 years, 40 years, 50 years, you can be on fire. നമ്മൾ ഈ കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങൾ എടുത്തേന്നിരിക്കാം, 10, 20, 30 അങ്ങനെ ചെയ്ത് ഒരു കാലം കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ തീയിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എത്തും. ഒരു തീഗോളം നമ്മളിൽ ഉള്ളിൽ വന്ന് നിറയും. നമ്മൾ തീ ആയിരിക്കും. നമ്മൾ തീഗോളം വന്ന് നിറഞ്ഞ് പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള തീയുള്ളവർ ആയി മാറും. So other day I saw one priest. He was attending his retreat and he was telling. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു വൈദികൻ Father said, people perish not because they sin. വൈദികൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഈ മനുഷ്യർ നശിക്കുന്നത് അവർ പാപം ചെയ്യുന്നതുകൊണ്ട് അല്ല, ബട്ട് because they are not repenting. അവര് പാപം ചെയ്യുന്നതുകൊണ്ടല്ല, അവര് വീഴുന്നതുകൊണ്ടല്ല, പക്ഷെ അവര് പശ്ചാത്താപിക്കുന്നില്ല, അവര് തിരിച്ച് ദൈവത്തിലേക്ക് തിരിയുന്നില്ല. അതാണ് കാരണം. അവര് നശിക്കുന്നതിന്റെ കാരണം. Who are in the school of the Holy Spirit, if anything, any grace, any presence comes down in life, turn to the Lord and ask him, and he will tell you, he will show you, rectify those things, and again the power of God will start manifesting in you. ഈ 21 ദിവസത്തെ സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിലുള്ള ഓരോരുത്തരും എല്ലാവരും നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൃപ കുറവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ തന്നെ പരിശോധിച്ച് നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് വരാൻ നമ്മൾ ഒരു പരിശ്രമം, ഒരു വില കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ആ അവസ്ഥയിലേക്ക് അരൂപിയിൽ തിരിച്ചെത്തും. നമ്മൾ ആദ്യത്തെ പോയിന്റ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ആദ്യത്തെ പോയിന്റിലേക്ക് തുടക്കം കുറിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഡിവൈൻ സഹായകൻ, ദൈവിക സഹായകനാണ്. ദൈവിക സഹായകനാകുന്നു. So we have to remember that the Holy Spirit is our helper, my helper. അപ്പൊ നമ്മൾ ഇത് ഓർത്തിരിക്കേണ്ടതാണ്, പരിശുദ്ധാത്മാവ് എന്റെ സഹായകനാണ്, എന്റെ സഹായകനാണ്, ദൈവം അയച്ച എന്റെ സഹായകനാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. So we'll see John 14 verses 16. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാം വാക്യം. 14:16. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. And I will ask the Father, and he will give you another helper to be with you forever. ഈ സത്യാത്മാവിനെ So we see here that Jesus is telling that I will ask the Father, and he will give you another helper to be with you forever. അങ്ങനെ ഈശോ ഇവിടെ നമ്മളോട് പറയാണ്, ഞാൻ പിതാവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും, നിങ്ങളെ നിരന്തരം സഹായിക്കാൻ. So we see here that Jesus is saying, I will ask the Father, and he will give you another helper, another helper. ഈശോ പറയാണ് നമ്മളോട്, ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ അയക്കും. So when Jesus was among the apostles, he was a helper to the apostles. ഈശോ ശിഷ്യന്മാരുടെ കൂടെ, അപ്പോസ്തലന്മാരുടെ കൂടെ ആയിരുന്നപ്പോൾ
he was a helper to them. ഈശോ അവർക്ക് ഒരു സഹായകനായിരുന്നു. That is the reason why Jesus said another helper. So the first helper was Jesus when he was walking with them. Now he is saying, I am going now, another helper will come. ഈശോ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ ഈശോ അവരുടെ സഹായകനായിരുന്നു. പക്ഷെ brother, that's after resurrection. He said he'll send the other helper. It doesn't matter. You simply translate that, he will give another helper. Yeah, he will give another helper. ഇതിന് ശേഷം ഞാൻ മറ്റൊരു സഹായകനെ വീണ്ടും അയക്കും. Okay, so now we have to understand the word another does not mean a different kind. ഈ മറ്റൊരു എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ ഒരു തരത്തില് നമ്മള് അല്ല അതിനെ കണക്കാക്കേണ്ടത്. So actually it means in Greek of the same kind, like Jesus, same kind. അത് ഈശോനെ പോലെ തന്നെ ഒരു സഹായകനായിരിക്കും. Yeah. So that here you have to understand, when God wanted to give a savior, he sent his son Jesus to the world. അങ്ങനെ ദൈവം മനുഷ്യർക്ക് ഒരു രക്ഷകനെ അയച്ചപ്പോൾ അങ്ങനെ ലോകത്തിന് ഒരു രക്ഷകൻ സ്വന്തം പുത്രനായ ഈശോനെ അയച്ചു. When the world wanted a helper, when we wanted a helper, he sent his spirit to help us. അങ്ങനെ ഈ ലോകത്തിന് ഒരു സഹായകനെ ആവശ്യമായപ്പോൾ ദൈവം ഒരു ആത്മാവിനെ അയച്ചു. ഒരു ആത്മാവല്ല, സ്വന്തം ആത്മാവ്. Responses on elections and political figures. ദൈവം ഒരു ഹലോ. I can make mistakes. So Hello. while I work on improving, you can try Hello. to search. ദൈവം ഒരു ഹലോ. Sister Kekam. Hello. Yeah. Yeah. Continue. Yeah, brother, can you repeat, because I didn't. There was a. Yeah. Hello. Yeah. Tell me. The last. A helper like him. They are a helper like him. Yeah. So when we wanted a helper, he sent the Holy Spirit. സഹായകനെ ആവശ്യമായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ അയച്ചു. So now we have to understand here that the Holy Spirit is our prime helper. Prime means number one helper in our life. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിന് ആണ് നമ്മുടെ പ്രധാന സഹായകൻ പരിശുദ്ധാത്മാവാണ്. So that is what we have to understand. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. See, all the help that we need is found in the Holy Spirit. നമുക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും പരിശുദ്ധാത്മാവിലുണ്ട്. So that is why we need to ask the Holy Spirit. Ask the Holy Spirit, help me, Holy Spirit. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനോടാണ് നമ്മൾ സഹായം തേടേണ്ടത്. Once one man saw a dream. Once a man saw a dream. ഒരു ദിവസം ഒരു മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു. So in the dream he saw that he is being attacked by one very big evil spirit. അപ്പൊ ഈ സ്വപ്നത്തിൽ ആള് ഒരു വലിയൊരു ദുഷ്ടാരൂപിയുടെ ഒരു ആക്രമണത്തിൽ ആക്രമിക്കുകയാണ്. ഒരു വലിയ ദുഷ്ടാരൂപി ആളെ ആക്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. So he was not able to overcome that spirit. പക്ഷെ ആൾക്ക് ആ ദുഷ്ടാരൂപിനെ അതിജീവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. But then suddenly he said, Holy Spirit, help me. പക്ഷെ പെട്ടെന്ന് തന്നെ ആള് പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ. And suddenly the spirit started becoming smaller and smaller and disappeared. അപ്പൊ ഈ വലിയ ദുഷ്ടാരൂപി അങ്ങനെ കുഞ്ഞതായി മാറി. അങ്ങനെ പെട്ടെന്ന് ആള് അവിടുന്ന് അപ്രത്യക്ഷമായി മാറി. That is what we have to understand, that when we take the help of the Holy Spirit, Satan gets afraid. അപ്പോ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുമ്പോ സാത്താന് അത് ഭയമുണ്ടാക്കുന്നതാണ്. സാത്താന്റെ ഉള്ളിൽ ഭയമുണ്ടാക്കും. And that is why so many Catholics around the world, so many Christians around the world, they don't know, majority of them don't know that we can ask the help of the Holy Spirit. അതുകൊണ്ട് ഒരുപാട് കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് അറിയില്ല നമ്മൾ സഹായം തേടേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. The first prime helper is the Holy Spirit.
നമ്മുടെ പ്രധാന സഹായകൻ പരിശുദ്ധാത്മാവാണ്. I remember one person who read this book, Holy Spirit, I Love You. She telephoned me and shared with me her testimony. ഈ പരിശുദ്ധാത്മാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പുസ്തകം വായിച്ചപ്പോൾ ആ ചേച്ചി ഒരു സാക്ഷ്യം എന്നെ സാക്ഷ്യപ്പെടുത്തി എന്നെ ഫോണിൽ വിളിച്ചിട്ടാണ് സാക്ഷ്യപ്പെടുത്തിയത്. ആ ചേച്ചി ആള് സാക്ഷ്യപ്പെടുത്തി. I have already told him, it's fine. About this is what she said, that one day she had gone to her mommy's house, and in the morning her husband called the auto rickshaw, and she got into the auto rickshaw and went towards her house. അങ്ങനെ ഒരു ദിവസം ആളുടെ ഈ ചേച്ചി ആളുടെ മമ്മിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് പോയത്. ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാണ് മമ്മിയുടെ അടുത്തേക്ക് പോയത്. ഓക്കെ. So when she reached her house, she got down, paid the money to the auto rickshaw driver, and entered the compound of the house. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഓട്ടോറിക്ഷയില് ഡ്രൈവർക്ക് പൈസ കൊടുത്തു. ആ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ and suddenly when she looked back, she saw this auto rickshaw driver following this woman, following her. അങ്ങനെ ഈ കാശ് കൊടുത്ത് തിരിച്ചു കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ തിരിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ സ്ത്രീനെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. Then he said, I want to go to the bathroom. അങ്ങനെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോകണം എന്ന് വാഷ്റൂമിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടു. So she said the bathroom is in the other side of the compound, showed the hand, and she walked into her house. അങ്ങനെ ബാത്റൂം അപ്പുറത്തെ സൈഡിൽ ആ ഡയറക്ഷൻ കാണിച്ചിട്ട് ഈ ചേച്ചി വീടിനകത്തോട്ട് കയറി. And as soon as she entered the house, this man followed her inside the house. അങ്ങനെ ഈ സ്ത്രീ വീട്ടിലോട്ട് കയറിയപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ ചേച്ചിയുടെ പിന്നാലെ വീട്ടിലോട്ട് കയറി. So she got afraid and she ran towards the back door. അങ്ങനെ ഈ ചേച്ചി പേടിച്ച് വീടിന്റെ പുറം വാതിലേക്ക് എത്തി. So when she tried to open the door, she was not able because she was afraid. അങ്ങനെ ചേച്ചി ആ വാതിലിന്റെ കുറ്റി തുറക്കാൻ നോക്കിയപ്പോൾ ചേച്ചിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ചേച്ചി ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. And this person was already coming very closer to her. കാരണം ഈ മനുഷ്യൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ചേച്ചിയിലോട്ട് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയായിരുന്നു. And that time she remembered about the Holy Spirit. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ചേച്ചി പരിശുദ്ധാത്മാവിനെ ഓർത്തു. She said, Holy Spirit, if you are a person, I want you to appear in this place. ഈ ചേച്ചി പരിശുദ്ധാത്മാവിന് നീ ഒരു പേഴ്സൺ വ്യക്തിയാകുന്നെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ നീ ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ ഇപ്പോൾ സഹായിക്കണമേ എന്ന് ചോദിച്ചു. Yeah, she said അവൾ പറഞ്ഞിങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് അങ്ങ് ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങ് ഇപ്പൊ സ്വയം പ്രകടമാവണമാണ് പറഞ്ഞത്. And as soon as she said that, like a human person, someone appeared in the room. The Holy Spirit appeared in the room. അത് പറഞ്ഞ ഉടനെ തന്നെ ഒരു മനുഷ്യ വ്യക്തി തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. And then this man got afraid and he went back and went outside the house. അത് കണ്ടു ഭയന്ന് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അവിടുന്ന് പേടിച്ച് ഓടി. എന്നിട്ട് വീടിന്ന് പുറത്തു പോയി. So don't be fooled. The Holy Spirit is your prime helper. അപ്പൊ അതുകൊണ്ട് നമ്മള് വിഡ്ഢികളാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രധാന സഹായകൻ. And the reason why we don't get the help is not because of sin, but because we don't ask the help of the Holy Spirit. നമ്മൾക്ക് സഹായം കിട്ടാത്തത് നമ്മൾ പാപാവസ്ഥയിലായിരിക്കുന്നു കൊണ്ടല്ല, നമ്മൾ ചോദിക്കാത്ത കൊണ്ടാണ്. So when you start asking help in everything that you need to do, He will help you. നമ്മൾ ചോദിച്ചു തുടങ്ങുമ്പോൾ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. So whether it is a driving or cooking or washing clothes, the Holy Spirit can help us.
നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും ഭക്ഷണം പാചകം ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ഏതെങ്കിലും എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. If you ask the help of the Holy Spirit, He will teach you how to handle your husband, how to handle your wife, and how to handle your children also. നമ്മൾ പരിശുദ്ധാത്മാവിൽ ചോദിക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു എങ്ങനെ നമ്മുടെ ഭർത്താവിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് എങ്ങനെ പെരുമാറണം. എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും, നമ്മളെ സഹായിച്ചുകൊണ്ടേ ഇരിക്കും. So that is something very interesting. He will teach you how to handle your wife. പെരുമാറണം, ഭർത്താവിനോട് പെരുമാറണം എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. So I tell my own example. When I got married, just before I got married, myself and Amla was 20 years difference. ആന്റണി ബ്രദർ പ്രാർത്ഥിച്ചു കല്യാണം കഴിച്ചപ്പോൾ ബ്രദറുടെ വൈഫും 20 വയസ്സ് അവരുടെ ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു, അവരുടെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. So before the marriage, when you were worried how this whether Amla will be able to accept that seniority in life or not, that was one doubt was there in many people's mind. അപ്പൊ ആ സമയത്ത് ഒരുപാട് മനുഷ്യരുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സംശയം, ഇവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, ഇവര് തമ്മിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ടല്ലോ, വയസ്സ് വ്യത്യാസമുണ്ടല്ലോ. ഭാര്യക്ക് ഭർത്താവിനെ അഭിമാനിക്കാൻ സാധിക്കോ, വിജയപ്പെടാൻ സാധിക്കോ, ഇതാണ് ആളുടെ മനസ്സിൽ കിടന്നത്. അപ്പോ എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു സംശയമാണ്, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിധേയപ്പെടാൻ സാധിക്കുമോ. So just before the marriage, one girl, the Lord revealed to her one message to give it to me. അങ്ങനെ ഈ കല്യാണത്തിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഒരു സ്ത്രീക്ക് ഈ മെസ്സേജ് കൊടുത്തു, ബ്രദറിന് ഈ മെസ്സേജ് കൊടുക്കാനായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. And the message was, the Holy Spirit said, when you correct Amla, do it in love. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഭാര്യനെ തിരുത്തുമ്പോൾ നീ അത് സ്നേഹത്തോടെ ചെയ്യണം. And then the Holy Spirit told, if you get angry and correct her, she'll become very adamant. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ധിക്കാരത്തോടെ ദേഷ്യത്തോടെ തിരുത്തിയാൽ അവള് തിരിച്ച് അവള് തിരിച്ച് കഠിനമാകും. So see, the Holy Spirit gave the wisdom how to handle her. അങ്ങനെ പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തു എങ്ങനെ ഭാര്യയോട് പെരുമാറണം, എങ്ങനെയാണ് ഇവര് തമ്മിൽ യോജിച്ചു പോകേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു കൊടുത്തു. So that is how very softly, anything I have to tell her, I used to tell her very softly, and then slowly she started changing. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ അത് വളരെ സൗമ്യതയോടെ ഞാൻ തിരുത്താൻ തുടങ്ങിയപ്പോൾ അവള് സമയം പോകുന്ന അനുസരിച്ച് അവൾക്ക് മാറ്റം വരാൻ തുടങ്ങി. So the Holy Spirit can give us that help to handle difficult people. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ, നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരെ കയ്യിലെടുക്കണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. Now one thing we have to remember here, the Holy Spirit is the helper of each and everyone who belongs to Jesus. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എല്ലാവരുടെ സഹായകൻ, ആരൊക്കെ ഈശോയെ സ്വന്തമാണ് അവരുടെ സഹായകനാണ് പരിശുദ്ധാത്മാവ്. So it doesn't matter whether you are rich or poor, educated or not uneducated, whether you are in a village or a town or a city, if you belong to Jesus, the Holy Spirit is your helper. നമ്മൾ ഏത് മേഖലയിലായിരുന്നാലും, നമ്മൾ പാവപ്പെട്ടവനാണോ നമ്മൾ സമ്പന്നനാണോ, ഏത് മേഖലയിലായിരിക്കും, നമ്മൾക്ക് ആരോഗ്യമുണ്ടോ അനാരോഗ്യമുണ്ടോ, നമുക്ക് പഠിപ്പുണ്ടോ പഠിപ്പില്ല, ഇതൊന്നും പരിശുദ്ധാത്മാവ് നോക്കുന്നില്ല. പക്ഷേ നമ്മൾ ഈശോയുടെ സ്വന്തമാണോ, ഈശോയുടെ കൂടെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. So this is, and the Lord said, He will be with you forever. അന്ന് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും.
എന്നും ആ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടെ നിത്യമായി ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവ് that's നിങ്ങൾ I have told it already. Okay. ആ, So yeah. now we have to understand here that see all our helpers in the world are limited. അങ്ങനെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സഹായം വളരെ പരിമിതമാണ്. Today they are there with you, tomorrow they will not be there with you. ഈ ലോകത്തിലെ മനുഷ്യർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്, നാളെ നമ്മുടെ കൂടെ ഉണ്ടാകില്ല. Maybe husband, maybe wife, maybe children also, that tomorrow they may not be there with us. നമ്മുടെ ഭാര്യയാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, ഇന്ന് അവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. So the 100% guarantee that the Holy Spirit will be with you. 100%, 100% ഗ്യാരണ്ടിയോടെ നമുക്ക് പറയാം പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്. So that is the thing that we need to remember. ആ കാര്യമാണ് നമ്മൾ എന്നും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാകാൻ പോകുന്നത്. So this is a very big talk. I am shortening it now. In future I am sure I will write a book, Holy Spirit, our divine helper. ഇതൊരു വലിയ വിഷയമാണ്. ഇത് ഈ പരിമിത സമയത്തിൽ കവർ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ ഒരു പുസ്തകം എഴുതുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് എന്റെ സഹായകൻ എന്നൊരു പുസ്തകം തന്നെ എഴുതുന്നതായിരിക്കും. So the next thing we have to remember is that the Holy Spirit is our teacher. അടുത്തത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനാണ്. He is our teacher. John 14:26. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 26 വാക്യം. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. So the word is very clear, but the helper, the Holy Spirit, whom the Father will send in my name, will teach you everything and remind you of all that I have said to you. So we have to understand here that he is our teacher. He will teach us everything. ഈ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഈശോയുടെ നാമത്തിൽ അയക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ പഠിപ്പിച്ച കാര്യം എല്ലാം ഓർക്കാനും നമ്മളെ സഹായിക്കും. So you have to understand that here the Holy Spirit, you have to understand the Holy Spirit, he is God and he knows everything and he is with us and he will teach you everything that you need to learn. ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. There is nothing that he cannot teach. ഒരു കാര്യവുമില്ല, പരിശുദ്ധാത്മാവിനെ നമ്മളെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല. എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. He can teach you about cooking, he can teach you about driving, he can teach you about anything about cultivation, farming, anything he can teach. പരിശുദ്ധാത്മാവിനെ നമ്മളെ പാചകം പഠിപ്പിക്കാം, ഡ്രൈവിംഗ് പഠിപ്പിക്കാം, കൃഷിയിൽ ഏർപ്പെടാൻ പഠിപ്പിക്കാം. ഏത് മേഖലയിൽ നമുക്ക് ബിസിനസ്, ഏത് മേഖലയിൽ നമ്മൾ ഏർപ്പെടും, എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. Now we have to understand here that whatever God wants you to do, the Holy Spirit can teach you those things. ദൈവം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, എല്ലാ കാര്യങ്ങൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കും. So and the Bible says he will teach you everything. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കും. So that means he knows everything. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു. So the more we humble ourselves and more we ask his help to teach us, he will teach us. നമ്മൾ എളിമപ്പെടുന്ന അനുസരിച്ച്, ദൈവത്തിനോട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്ന അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. And when he will teach you, you will remember what he has taught. It will never go out of your life. അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്നും പരിശുദ്ധാത്മാവ് നമ്മളെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ അത് ഒരിക്കലും മറന്നു പോവുകയില്ല. So that is, and it's very easy to understand when the Holy Spirit is teaching. അപ്പോൾ നമുക്കത് വളരെ സുലഭമായിട്ട് അത് മനസ്സിലാകും. പരിശുദ്ധാത്മാവാണ് നമ്മളെ എല്ലാതും പഠിപ്പിക്കുന്നത്.
The Holy Spirit taught Noah how to make the boat. ഹോളി സ്പിരിറ്റ് നോഹേനെ എങ്ങനെയാണ് പെട്ടകം ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്? പരിശുദ്ധാത്മാവാണ്. The Holy Spirit taught Solomon how to build the palace and the temple. പരിശുദ്ധാത്മാവാണ് സോളമനെ എങ്ങനെയാണ് കൊട്ടാരം, പാലസ് പണിയാനായിട്ട് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാ. ദേവാലയം എങ്ങനെ പണിയണം എന്ന് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. So that is when you see the Bible in many places, the Holy Spirit taught them how to do those things. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥം ബൈബിളിലെ പല സ്ഥലത്തും നമ്മൾ പല മനുഷ്യരിലെ എങ്ങനെയാണ് അവരെ പരിശുദ്ധാത്മാവ് സഹായിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. Even today also he will teach us everything. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. So we should say, Holy Spirit, teach me. അപ്പോൾ നമ്മൾ പറയണം, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണേ. Sometimes again you have to tell, again you have to tell, again you have to tell. Sometimes 50 times, 100 times you have to tell until you get that flow. And once you get that flow, you need not tell again and again. You can simply say, Holy Spirit, teach me, and the wisdom will come. നമ്മൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണേ പഠിപ്പിക്കണമേ എന്ന് 100 പ്രാവശ്യം 50 പ്രാവശ്യം 100 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കണം. നമ്മൾ നിറവ് ഉണ്ടാകണ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് ആ ജ്ഞാനം നമ്മളിൽ വെളിപ്പെടുത്തി തരും. So there are many scriptures to prove this, that God teaches through the Holy Spirit. ദൈവവചനത്തിൽ ഒരുപാട് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ, ഇത് നമുക്ക് കാണാം. ഇത് സ്ഥാപിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളുണ്ട് ഇത് സ്ഥാപിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ സഹായം നമ്മൾ ചോദിക്കണം. ആ ചോദിക്കുന്ന അനുസരിച്ച് ഈ സഹായം നമ്മളിൽ വരും, ആ പഠനം നമ്മളിൽ വരും, നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. Christian business are in misery because we don't ask the help of the Holy Spirit to teach us. ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇന്ന് വളരെ ദുരിത അവസ്ഥയിലാണ്. കാരണം അവരാരും പരിശുദ്ധാത്മാവിനോട് സഹായം തേടുന്നില്ല. And they are not asking the Holy Spirit to teach them also. അവര് പരിശുദ്ധാത്മാവിനോട് പഠിപ്പിക്കാനോ ഒന്നും അവര് ചോദിക്കുന്നില്ല. Again we see that Jesus saying, he will remind you, he will remind you. അങ്ങനെ ഈശോ പറയുന്നുണ്ട്, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ അനുസ്മരിപ്പിക്കും, ഓർമ്മപ്പെടുത്തും. So it is the responsibility of the Holy Spirit to remind us the teachings of Jesus. അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ് നമ്മളെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്ന്. And not only about what Jesus has taught, he will teach us about many things. അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കും. He can teach you that your driving license, he can remind you that your driving license is going to get expired. നമ്മളെ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഡ്രൈവിംഗിനെ കുറിച്ച് പഠിപ്പിക്കും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയറി, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പൊ ഇന്ന തീയതിയിൽ എക്സ്പയറി ആവാൻ പോകുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. Sometimes driving license will come in your mind again and again. അപ്പൊ ചില സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. Sometimes when you have to pay money to somebody else, the Holy Spirit remind that also, that you need to pay that money to somebody else. ചില സമയത്ത് നമുക്ക് മറ്റുള്ളവർക്ക് ചില പേയ്മെന്റ് നടത്താനുള്ള സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന വ്യക്തിക്ക് ഇന്നത് കൊടുക്കാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. So he reminds us about many things. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. He will remind you about the insurance that is going to get expired also. പരിശുദ്ധാത്മാവ് നമ്മളെ എക്സ്പയറി ആവാൻ പോകുന്ന ഇൻഷുറൻസിനെ കുറിച്ച് പോലും നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കും. All that is connected with the life, he will remind us. നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. So the beautiful thing, he is our helper, our teacher, our reminder, sitting inside us. ഏറ്റവും മനോഹരമായ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, നമ്മുടെ അധ്യാപകനാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്. ഉള്ളിൽ വസിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. He remains within us
and he teaches us these things. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, എന്നിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ എല്ലാ മേഖലയിലും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. So the next thing we see that the Holy Spirit is our advocate. അടുത്ത കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ അഡ്വക്കേറ്റ്, വക്കീലാണ്. നമ്മുടെ വക്കീലാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വക്കീലാണ്. നമുക്ക് വേണ്ടി Matthew chapter വാദിക്കുന്നവനാണ് 10 verses 20. പരിശുദ്ധാത്മാവ്. Matthew chapter hello. 10 verses 20. വിശുദ്ധ മത്തായിയുടെ brother? സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യം. വിശുദ്ധ മത്ത- 20ാമത്തെ വചനം. വിശുദ്ധ മത്തായിയുടെ മത്തായിയുടെ സുവിശേഷം സുവിശേഷം 10-ാം അധ്യായം 10 19 20. 19 20. 19 and 19 20. 20 19 and 20. ഓക്കെ. 10-ാം അധ്യായം 19-ഉം 20-ഉം. 20. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിന്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. When they hand you over, do not worry about how you are to speak or what you are to say. For what you are to say will be given to you at that time. For it is not you who speak, but the Spirit of the Father speaking through you. So we have to understand here, when we come into a difficult situation, നമ്മളിവിടെ മനസ്സിലാക്കണം, നമ്മൾ കഠിനമായ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ we have to understand that the Holy Spirit will speak through us. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കും. It is not we talking, it will be the Holy Spirit talking through us. അത് നമ്മളല്ല സംസാരിക്കുന്നത്, പക്ഷെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത്. So whenever we get in some trouble, sometimes we make a lot of mistakes, and the Holy Spirit will be our advocate and bring us out of that situation. ചില സമയത്ത് നമ്മുടെ അറിവുകേട് കൊണ്ട് അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റിൽ ഏർപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിച്ച് നമ്മുടെ ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. So there are so many cases where we were in trouble because of our own mistake or maybe others' mistake, but then the Holy Spirit brought us out of that situation because He is our advocate. ഒരുപാട് അവസരങ്ങളിൽ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ കുറ്റം കൊണ്ടോ മറ്റുള്ളവരെ കുറ്റം കൊണ്ടോ നമ്മൾ തെറ്റിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ അവസ്ഥ എല്ലാം നിന്നും നമ്മളെ വാദിച്ച് നമ്മളെ പുറത്ത് കൊണ്ടുവരുന്ന അനുഭവം നമുക്ക് ഉണ്ടാകും. Yeah, so many of you might have experienced, I have also experienced this many times, that when everything closes, he will interfere and bring you out, and you look very beautiful after that. ഈ കഠിന അവസ്ഥയിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ വിടിവിച്ച് നമ്മളെ പുറത്ത് വീണ്ടും നമ്മള് മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ എത്തിക്കും. You don't have to spend money. Pardon? Hello? You don't have to spend money. നമ്മള് അതിനു വേണ്ടി നമ്മൾ കാശ് ചെലവാക്കേണ്ട ആവശ്യമില്ല, പണം ചെലവാക്കേണ്ട ആവശ്യമില്ല. And He is an advocate, 24 hours is with you. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കാൻ 24 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ട്. And you know, this argument is not only on the earth, even in the heaven also He will speak for us. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ മാത്രമല്ല പക്ഷെ സ്വർഗത്തിലും നമുക്ക് വേണ്ടി വാദിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. So that is something that we have to remember. So we have to grow in the relationship so that whenever a time comes, He will speak through your mouth. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം അനുസരിച്ചിട്ട് നമ്മൾ ഈ ബന്ധത്തിൽ വളർന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഈ വളർച്ച അനുസരിച്ച് നമ്മളിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. You may be an ordinary person, but God's Spirit will speak through you. നമ്മൾ ഒരു സാധാരണ മനുഷ്യരായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ സംസാരിക്കും. And the next fourth point is the Holy Spirit is our comforter. അടുത്ത പോയിന്റ് ആണ് പരിശുദ്ധാത്മാവെ നമ്മുടെ ആശ്വാസദായകനാണ്. Yeah. So Holy Spirit is our comforter.
പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസദായകനാണ്, നമ്മുടെ So there are ആശ്വാസം times- നൽകുന്നതാണ്. Yeah, so there are times we are alone. ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങൾ ഉണ്ടാകും. There are times we lose money, we lose people, we lose our prestige. And there are times like that. ചില സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടും, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടാവും, നമ്മുടെ പണം നഷ്ടപ്പെടുന്ന അവസാനം ഉണ്ടാവും. പക്ഷെ പരിശുദ്ധാത്മാവ് കുടുംബ അംഗങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ട്. So in all the situations, the Holy Spirit will comfort you. പക്ഷെ ഈ നമ്മുടെ കുടുംബാംഗങ്ങൾ വരെ നഷ്ടപ്പെടുന്ന അവസരത്തിൽ പലതും നഷ്ടപ്പെടുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ ആശ്വസിപ്പിക്കാൻ എത്തുന്നത്. You know, my Amla, my wife Amla, I was undergoing treatment in the regional cancer center. അമല ചേച്ചി ക്യാൻസർ REC ക്യാൻസർ സെന്ററിൽ ട്രീറ്റ്മെന്റിൽ ആയിരുന്ന സമയത്തിൽ the doctors used to ask, tell Amla, your husband is very bold. അപ്പൊ ആ സമയത്ത് ഡോക്ടേഴ്സ് അമല ചേച്ചിയോട് പറയുമായിരുന്നു, താങ്കളുടെ ഭർത്താവ് വളരെ ധൈര്യമുള്ള വ്യക്തിയാണ്. And I used to be filled with joy, with peace at different times, and the power of God also. അങ്ങനെ ആ സമയത്ത് ഇത്രയും വിഷമദായകമായിട്ടുള്ള സമയത്തിലായിരിക്കുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തിലും സമാധാനത്തിലും ആത്മാവിന്റെ അരൂപിയിൽ നിറയണ അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. The reason is very simple, because the Holy Spirit is our comforter. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസദായകനായതുകൊണ്ട് ഇതെല്ലാം വളരെ നിസ്സാരമാണ്. So we see here in Acts chapter 9 verses 13. പുസ്തകം 9-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 31-ാമത്തെ വചനം. 31-ാമത്തെ വചനം. 31. അങ്ങനെ യൂദയ, ഗലീലി, സമാരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. അപ്പൊ നോക്കുക, just see how they lived in the comfort of the Holy Spirit. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കാം, അവര് ജീവിച്ചിരുന്നത് പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്തിലായിരുന്നു. The Holy Spirit will comfort us whenever there is anything shortcoming in our lives. പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ജീവിതത്തിൽ കുറവുള്ള സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും, ആശ്വാസം നൽകുന്നതായിരിക്കും. There are situations in life we might become mad, but then he comforts us. ചില സമയത്ത് ചില അവസ്ഥകളിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും. I remember when Amla passed away, one friend was very worried how I would be. അമല ചേച്ചി ദൈവത്തിന് പ്രീതിയായി പോയ സമയത്ത് എല്ലാവരും വളരെ വിഷമകരമായ അവസ്ഥയാണ്. എങ്ങനെ ബ്രദർ ഈ അവസ്ഥ കൈകാര്യം ചെയ്യുന്നു എന്ന് അവർക്ക് എല്ലാവർക്കും വളരെ ഒരു ടെൻഷൻ പിടിച്ച കാര്യമായിരുന്നു. എങ്ങനെ ഇത് സംഭവം നേരിടും? So when they saw the photos of the funeral, they understood how the Holy Spirit was comforting me and strengthening me. ഈ ഫ്യൂണറലിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ എല്ലാവരും മനസ്സിലായി ദൈവം എങ്ങനെ ആന്റണി ബ്രദറിനെ ആശ്വസിപ്പിച്ചു എന്ന് അവർക്ക് മനസ്സിലായി. ആ ഫോട്ടോസ് കണ്ടപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം കിട്ടിയതെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. So you do not have to worry about tomorrow. അതുകൊണ്ട് നമ്മളെ നാളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. So the Holy Spirit will comfort you. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കും. The next point is the Holy Spirit is our watchman. The Holy Spirit is our watchman. പരിശുദ്ധാത്മാവ് നമ്മുടെ
കാവൽക്കാരൻ. കാവൽക്കാരനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കാവൽക്കാരനാണ്. നമുക്ക് നോക്കാം വചനം 2 തിമോത്തി 1:14 വചനം. 2 Timothy 1:14. 2 തിമോത്തി 1-ാമത്തെ അധ്യായം 14-ാം വാക്യം. 14-ാമത്തെ വാക്യം. തിമോത്തിയോസ് ആണോ തിമോത്തിയോ? തിമോത്തിയോസ് ആണ്. തിമോത്തിയോസ് ആണ്. 2 തിമോത്തി 2 തിമോത്തി 1-ാമത്തെ അധ്യായം 14-ാം വാക്യം. 1-ാമത്തെ അധ്യായം 14-ാം വാക്യം. 14-ാമത്തെ വചനം. 14-ാമത്തെ വചനം. ഇത് അവരെ അനുസ്മരി 1 തിമോത്തി അല്ല 2 തിമോത്തി. 2 തിമോത്തി 1-ാമത്തെ അധ്യായം 14-ാം വാക്യം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. God the good treasure entrusted to you with the help of the Holy Spirit living in us. മരണം വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത് ശക്തിയാൽ. ശക്തി വാക്കല്ല, പരിശുദ്ധാത്മന സഹായത്താലാണ്. അപ്പൊ സോ വി സീ ഓക്കെ, അത് വായിച്ചു കഴിഞ്ഞു ചേച്ചി കേട്ടോ. സ്വപ്ന വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ one thing we have to understand here, that the Holy Spirit is a watchman of our soul, of our life. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിന്റെ കാവൽക്കാരനാണ് പരിശുദ്ധാത്മാവ്. So whenever he sees some danger coming into your life, he will tell you, or he will tell others to pray for him. ഏതെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ചില സമയത്ത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കും. So many times he will reveal it to us also beforehand. ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മോട് തന്നെ ഈ അപകടത്തിനെ കുറിച്ച് ഒരു സൂചന നൽകും. So that we can pray and be prepared. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നെ വെളിപ്പെടുത്തി പ്രാർത്ഥിച്ചു ഒരുങ്ങാനായിട്ടുള്ള വെളിപാട് നമുക്ക് സ്വയം തരും. So it can be anything. It can be about a thief. It can be about Satan. It can be about any trouble that is coming into your life. He can remind you, and he can remind others to pray for you. And the right time, he will remind others to pray for us. അത് എന്ത് വേണമെങ്കിലും ആവാം. ചില സമയത്ത് കള്ളൻ നമ്മളെ ആക്രമിക്കുന്നതാകാം, പിശാച് നമ്മളെ ആക്രമിക്കുന്നതാകാം, ഏതെങ്കിലും വളരെ അപകടകരമായ സിറ്റുവേഷൻ ആകാം, അവസ്ഥയാകാം. പക്ഷെ ആ സമയത്ത് പരിശുദ്ധാത്മാവ് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരെ ഓർമ്മിപ്പിച്ച് നമ്മളെ സംരക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ ഓർമ്മപ്പെടുത്തും. So he is a perfect watchman within us. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാവൽക്കാരനാണ്. നമ്മുടെ ഉള്ളിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ദൈവം ഏർപ്പെടുത്തിയ കാവൽക്കാരനാണ് പരിശുദ്ധാത്മാവ്. So only thing that we have to be careful is we have to hear his voice, his inspiration, what he's telling you, so that we can take the right step to save ourselves and save others also. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് നമ്മൾ നിരന്തരം കാതോർത്തിരിക്കണം. അതനുസരിച്ചിട്ട് വേണം അനുസരണയോടെ നമ്മൾ തിരസ്കരിക്കാതെ ആ വാക്ക്, ആ സ്വരം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. He can warn you about your friends, about your property, about your job, and about your family, about many things he can warn you. പരിശുദ്ധാത്മാവ് നമ്മളെ ചില സമയത്ത് വോൺ ചെയ്യാം. നമ്മുടെ ബന്ധുക്കളെ കുറിച്ചാകാം, നമ്മുടെ വസ്തുവകകളെ കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, പല കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ജാഗരൂകരാക്കും. So when we follow the watchman, we will be safe. ഈ കാവൽക്കാരനെ നമ്മൾ ഫോളോ ചെയ്ത് സ്വരം കേട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. And he is the most powerful watchman in the earth. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായിട്ടുള്ള
കാവൽക്കാരനാണ് പരിശുദ്ധാത്മാവ്. And where is he? Is inside us. അവൻ എവിടെയാണ്? അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്. So remember, there is a watchman of your soul. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മുടെ ആത്മാവിന്റെ കാവൽക്കാരനാണ് പരിശുദ്ധാത്മാവ്. So the sixth point is that the Holy Spirit is our intercessor. ആറാമത്തെ പോയിന്റ് നമ്മൾ ഓർക്കേണ്ടതാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനാണ്. We can see that in Romans chapter 8. Romeo 8:26-27. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. 26-27 വായിക്കാം. ചേച്ചി വായിച്ചോ. മോളി ചേച്ചി വായിക്കുക. അൺമ്യൂട്ട് ചെയ്യാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതം അനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ. Okay. So we see here that the Holy Spirit is our intercessor. ഇവിടെ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നവനാണ്, നമ്മുടെ മധ്യസ്ഥനാണ്. So he is sitting inside us and praying for us. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഉള്ളിൽ വസിച്ചിട്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ടാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. So we have to understand that, see, sometimes we say nobody is there to pray for me. ചില സമയത്ത് നമ്മൾ പറയും, അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ഇല്ല. No, we have to remember that we have the Holy Spirit inside us who's all the time praying for us. പക്ഷെ നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിരന്തരം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Yeah, sometimes he will remind the saints in heaven to pray for us. ചില സമയത്ത് പരിശുദ്ധാത്മാവ് സ്വർഗത്തിലുള്ള വിശുദ്ധരെ ഓർമ്മിപ്പിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. Sometimes he will remind those people who on earth who are faithful in Jesus to pray for us. ചില സമയത്ത് ഈ ലോകത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്ത പുലർത്തുന്നവരോട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. But there are times where he himself will pray. ചില സമയത്ത് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മധ്യസ്ഥം വഹിക്കും. Yeah, sometimes through the gift of tongues he will pray through us. ചില സമയത്ത് ഭാഷാവരത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും, മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. But sometimes he will pray directly, sitting inside us. He will pray to God according to the plan and purpose of God. ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടേ ഇരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. Yeah, does he pray only for good people? പരിശുദ്ധാത്മാവ് നല്ലവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. Does he pray only for the rich people? പരിശുദ്ധാത്മാവ് പണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? Does he pray only for those who are in the ministry? പരിശുദ്ധാത്മാവ് ശുശ്രൂഷയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? He prays for each and every one of us who belong to Jesus and all those who are going to belong to Jesus also. പരിശുദ്ധാത്മാവ് ഈശോയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയും ആയിരിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. Hallelujah. Hallelujah. So we should be very glad that we have an intercessor within us. അപ്പൊ നമ്മൾ എന്നും ആഹ്ലാദിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ ഒരു മധ്യസ്ഥനുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. The seventh point we need to remember. ഏഴാമത്തെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏഴാമത്തെ പോയിന്റ് ആണ്, the Holy Spirit is our leader. പരിശുദ്ധാത്മാവ് is our leader. പരിശുദ്ധാത്മാവ് നമ്മുടെ ലീഡറാണ്, നാഥൻ.
നാഥനാണ് നാഥനാണ് നമ്മുടെ ലീഡർ. മലയാളത്തിൽ ലീഡർ നേതാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ നേതാവാണ്. അപ്പൊ പരിശുദ്ധാത്മ ഒരു സൈഡിൽ നമ്മുടെ സഹായകനാണ്. One side is our helper and other side is our leader also. പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് നമ്മുടെ സഹായകനാണ്, മറ്റൊരു സ്ഥലത്ത് നമ്മുടെ നേതാവ് കൂടിയാണ്. മത്തായി 4:1, Matthew chapter 4 verses 1. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. Then Jesus was led up by the Spirit into the wilderness to be tempted by the devil. Jesus was led up by the Spirit. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 1-ാമത്തെ വചനം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. Okay. So we see here that Jesus was led by the Holy Spirit. അപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടതാണ് പരിശുദ്ധാത്മാവിനെ ഈശോനെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. മരുഭൂമിയിലൂടെ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. When you see the Old Testament, Moses, Abraham, Noah, all the prophets, kings and priests, they were led by the Spirit of God. പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ പ്രവാചകന്മാര്, മോശ പ്രവാചകൻ, എല്ലാവരെയും, എല്ലാ പ്രവാചകന്മാരെയും നയിച്ചത് പരിശുദ്ധാത്മാവാണ്. King David was only a small boy looking after sheep in the pasture. ദാവീദ് രാജാവ് ഒരു ആട്ടിടയനായിരുന്നു, ചെമ്പരിയാട് നോക്കുന്ന ആട്ടിടയനായിരുന്നു. And the Bible says the Holy Spirit came upon him and he started being led by the Spirit of God and he became the king of Israel. അങ്ങനെ നമ്മൾ കാണുന്നു, ഈ ആട്ടിടയൻ, ദാവീദ് ആയ ആട്ടിടയന്റെ മേലിൽ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് അവനെ നയിച്ചു, അങ്ങനെ ദാവീദ് ഇസ്രായേലിലെ രാജാവായി തീർന്നു. So same thing with us. When you allow the Holy Spirit to work in you in the main position. Now for example, you have a car. You have to allow the Holy Spirit to sit in the driver's seat. In the same way, you have to allow the Holy Spirit to sit in the main place of your life. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലായി, നമുക്കൊരു കാറുണ്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കണം ഡ്രൈവറുടെ സീറ്റിൽ ഇരുന്ന് നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കാൻ. അതുപോലെ ജീവിതത്തിന്റെ വണ്ടി ഓടിക്കാൻ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിട്ടുകൊടുത്ത് ഏൽപ്പിക്കണം. So when you allow that to happen, he will take you to something greater than what you are now. നമ്മൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ എടുത്ത വലിയൊരു നല്ല അവസ്ഥയിലേക്ക്, മഹത്വപേറിയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. So many of us don't reach that destiny is because we don't follow the leader. നമ്മൾ അത് ആ വലിയ അവസ്ഥയിൽ, പുരോഹിതമായ അവസ്ഥയിൽ നമ്മൾ എത്താത്തത് കാരണം നമ്മൾ നമ്മളുടെ നേതാവിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അനുസരിക്കാത്ത കൊണ്ടാണ് നമ്മൾ അവിടേക്ക്, ആ സ്ഥലത്തേക്ക് എത്താത്തത്. So once you follow the leadership, you will become more brighter and brighter every day. നമ്മൾ ആ സ്വരം കേൾക്കുന്നത് അനുസരിച്ച് ഓരോ ദിവസം അനുസരിച്ച് നമ്മൾ പ്രകാശിതരായിക്കൊണ്ടേയിരിക്കും. So these are the 7 things we need to remember. I was very short in many of the points because shortage of time. ഇതാണ് 7 കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട 7 കാര്യങ്ങൾ. സമയപരിമിതി കൊണ്ട് ഇതെല്ലാം ചുരുക്കി പറഞ്ഞതായിരുന്നു. So we have to remember these things and see to it that all the 7 things takes place in our life. നമ്മൾ ഇതെല്ലാം ഓർക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. Anybody got any questions on these points which I have said? ആർക്കെങ്കിലും ഏതെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ 7 പോയിന്റിനെ കുറിച്ച് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. So you can unmute and ask. Anybody want to ask any question regarding the topic we took now? After that, immediately we are going to pray. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ബ്രദർ ആ 7 പോയിന്റുകൾ ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാമോ? Helper,
Help. പരിശുദ്ധാത്മാവ് Teacher. നമ്മുടെ സഹായകൻ, അധ്യാപകൻ, നമ്മുടെ Advocate. വക്കീൽ, നമുക്ക് വേണ്ടി Comforter. വാദിക്കുന്നവൻ, നമ്മുടെ ആശ്വാസദായകൻ, Watchman. നമ്മുടെ കാവൽക്കാരൻ, Intercessor. നമ്മുടെ മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നവൻ, Leader. നമ്മുടെ നേതാവ്. Thank you, brother. Thank you. Anybody else got any questions? So we'll pray now. Okay, നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ സ്വന്തം ജീവിതം ഏൽപ്പിക്കാൻ ഒരു കൃപ കിട്ടാൻ, ആ വിദ്യുത്വം നമുക്ക് ഉള്ളിൽ ഉണ്ടാവാൻ, വിട്ടുകൊടുക്കാൻ ഒരു കൃപ ഉണ്ടാവാൻ. So that we'll have the grace to give our life to the Holy Spirit, that He may lead us according to the plan of the Father, plan of Jesus in our life. So are you ready to live your life to the Holy Spirit? Yes, brother. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വന്തം ജീവിതം ഏൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണ്. Yes, brother. Yes. Yeah. So we'll all pray now. ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാറാൻ, തൊഴിലില്ലാത്ത അവസ്ഥകൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കാം. ഉന്നതമായ ഒരു പ്രകാശം വരാനും ഈ ബോധ്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും, നമ്മെ നടത്തും, അവസാനം വരെ നടത്തും. സ്റ്റീഫാനോസ് അറിയില്ല, സ്റ്റീഫാനോസ് മരിച്ചത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ്. Stephen died filled with the Holy Spirit. You can die being filled with the Holy Spirit. If every day നമ്മൾ എല്ലാ ദിവസവും ശ്രദ്ധയിൽ നടത്തി കഴിഞ്ഞാൽ ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ we pray and ask Lord why I lost your presence. അങ്ങനെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ പരിശുദ്ധാത്മാ നിറഞ്ഞ് നമുക്ക് മരിക്കാം. We can be filled with the Holy Spirit and die. Saint Stephen got filled with the Holy Spirit and died. So if you have real intimacy with the Holy Spirit, പരിശുദ്ധാത്മാവിനോട് വ്യക്തിബന്ധം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ആ സമയത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയും. സ്തുതിക്കാം. ഹല്ലേലൂയ. Thank you Lord. Jesus, hallelujah, 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 hallelujah. Palakatina, hallelujah, 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 The praise of Thank you. Thank you, Holy Spirit. Glory, worship, glory.
Hallelujah, hallelujah, That my transportation. I need പരിശുദ്ധാത്മാവേ എന്നിൽ So any short words, one or two words, anybody want to share anything regarding today's prayer experience and all, you can share and we'll wind up. The Lord brother, is giving- yeah. I always have an experience of the Holy Spirit. When you said about it, I was so happy to know more about the Holy Spirit. Whenever I miss something,
some papers or some even the small things here and there, I immediately call out, Holy Spirit, come and help me. And I experienced it many times. Whenever I called, I used to get it immediately, brother. ചേച്ചി പറഞ്ഞതാണ് വർഷങ്ങളായിട്ട് എന്ത് സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ചേച്ചിനെ സഹായിക്കാറുണ്ട്. Anybody else want to share anything? So the Lord is giving some boldness to people. കർത്താവ് പുതിയൊരു ധൈര്യം നമുക്ക് നൽകുന്നുണ്ട്. Lot of fears are leaving our hearts. ഒരു ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടുന്നുണ്ട്. Lot of inner healing is taking place. A new vision the Lord is giving. പുതിയൊരു ദർശനം കർത്താവ് തരുന്നു. പുതിയ രീതിയിൽ നോക്കാനും പുതിയ രീതിയിൽ ചിന്തിക്കാൻ ഒരു അഭിഷേകം കർത്താവ് നൽകുന്നുണ്ട്. Anybody else want to share anything? 1 or 2 points, anything? Brother, this is supporting what you said, that Yes. Holy Spirit is our teacher. In Uti, there is a place called Kandal Cross, where we used to go for the Lenten season. We used to go and pray. There, one lady, she's not educated, she cannot read, she cannot write. She prayed. Every Friday there will be this gathering of prayer, and Father used to expose the Eucharist and pray. She cried out and asked, I don't want to know any reading, writing. I'm not asking for that, but I want to read your Bible. And she was gifted. From that time to this day, she is there testifying and reading the Bible. Yeah, that's good. പഠിക്കാത്ത ഒരാള് ബൈബിൾ പഠിക്കാൻ തുടങ്ങി, ആൾ പരിശുദ്ധാത്മ സഹായം ചോദിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അഭിഷേകം കിട്ടിയ കാര്യമാണ് ചേച്ചി പറയുന്നത്. Anybody else want to share anything connected with this program? Yes, brother. This is Angelina. I learned a lot of things. The thirst for the Holy Spirit has increased, and yes, I'm learning more. And as we were praying in tongues, I was feeling my upper half of the body was burning. I could feel the burning in my hands and in my upper half. My head and the whole upper half was feeling very hot. So I just thank and praise the Lord that we are learning and growing. And I also want to share about the book that I read, I Love You, Holy Spirit. It is only after reading that book that my ears were opened and I could hear the Lord speaking to me. So I just thank and praise God for you, brother, that you have given. You are a big blessing for many, many people. Thank you, brother. It is fine. ചേച്ചി പറഞ്ഞതാണ് ശരീരത്തിന് മുകളിലത്തെ ഭാഗത്തിലൊരു തീ അനുഭവപ്പെട്ടു സ്തുതിക്കുന്ന സമയത്ത്. Pramila, you can say. Yes, brother. Today, during 3 o'clock adoration, I was doing the Divine Mercy Chaplet, and I was inspired the Holy Spirit inspired me to pray for you. And then I saw a vision of Brother Baby laying his hands on me and praying, and I heard him saying these 2 words, transfer Singapore. Then I also asked the Holy Spirit for the meaning of the word Rama, and I got, when you are praying in tongues, the Lord wrote in golden form the word ministry. And then today, what the Holy Spirit gave me was, I saw a vision of Jesus giving me a white ball, and the white ball symbolizes the earth, and Jesus is telling me to intercede for the world. And then my tongues, Jesus told me that interpretation was I was praising God, and white light came to my hands. And then Jesus, he appeared and told me that he is giving me a new life. So we will all pray for tomorrow's meeting. Joy brother will be coming. ഒരു നിമിഷം Joy brother വേണ്ടി സ്തുതിക്കാം. നാളത്തെ ക്ലാസ് Joy brother, and so we'll all just praise the Lord for Joy brother. Hallelujah. Thank you, Lord. We give to everybody open mouth. Hallelujah. Thank you, Lord. Brother, you're on mute.
We'll all meet tomorrow. Until then, God bless each one of you all. നമുക്ക് എല്ലാവർക്കും നാളെ കാണാം. And actually praise for some time. Praise the Lord, brother. Okay, see you. Thank Ah, you. praise Praise the the Lord. Thank you, Praise everybody. the Lord. Bye. Thank you, brother. Thank you. Thank you, brother. Thank you, brother. Praise the Lord. Thank you. Thank you, brothers.